കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് നാടറിയുന്ന ഒരു കലാകാരനെ, ഡോക്ടറേറ്റ് ഉള്ള ഒരു മോഹിനിയാട്ട കലാകാരനെ, നൃത്ത അധ്യാപകനെ അവഹേളിച്ചത്. ഇതൊക്കെ പോരാഞ്ഞ് ഞാൻ പേരെടുത്തു പറഞ്ഞില്ല എന്നാണ് ന്യായീകരണം. പേരെടുത്തു പറഞ്ഞില്ല എങ്കിൽ പിന്നെ ചാലക്കുടിക്കാരനായ ആരെപ്പറ്റിയാണ് സത്യഭാമ പരാമർശിച്ചത് എന്ന് പറയേണ്ടതായി വരും, അല്ലേ? ഈ വിവാദ പരാമർശത്തിൽ പ്രതികരണം തേടി സത്യഭാമയുടെ വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ വശം കെട്ടുപോയി. ഞങ്ങളുടെ പ്രതിനിധി AK സ്റ്റെഫിൻ ആ അനുഭവം പറയും. സ്റ്റെഫിൻ, ഈ അക്ഷരാർത്ഥത്തിൽ നിങ്ങളൊക്കെയും വശം കെട്ടുപോയി എന്ന് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങളിൽ നിന്നും അവർ നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നു ആ അനുഭവം? അവിടെ നിന്ന് നിങ്ങളോട് അവർ അങ്ങനെ പെരുമാറിയപ്പോഴുള്ള ഒരു അനുഭവം? മോത്തി, തൊഴിൽ മാധ്യമപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ മുൻപും പല ആളുകളുടെ വാവിട്ട പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ പ്രതികരണവും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. ഈ പറഞ്ഞതിൻ്റെ തെറ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഈ വാവിട്ട ആയുധം വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സിനിമാ ഡയലോഗ് പോലെ ഇത് വാവിട്ട വാക്കാണ്, ഇത് തെറ്റാണ് പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് അധിക്ഷേപമുണ്ട്, ഇതിൻ്റെ അകത്ത് വംശീയമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഇപ്പം നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോട് എൻ്റെ ഒരു പ്രോഗ്രാം എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും തന്നെ മാധ്യമങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദമായപ്പോഴാണ് നിങ്ങളൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വിവാദത്തിൽ അവർ കൂടുതലായിട്ട് അവിരമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വളരെയധികം മോശമായ രീതിയിൽ ഉള്ള ഒരു പ്രതികരണം മാധ്യമങ്ങളോടായാലും സമീപത്തുള്ള ആളുകളോടായാലും ഒക്കെ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രതികരണം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അയൽക്കാർ ഒന്ന് രണ്ട് സ്ത്രീകൾ വന്നിട്ട് അവരുമായിട്ട് പ്രശ്നമുള്ള സ്ത്രീകളാണെന്നാണ് തോന്നുന്നത്. അവിടെ വന്ന് അവരെ ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതൊന്നും ചിത്രീകരിച്ചില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമീപത്തുള്ള ആളുകളോടും ഒക്കെ അവരുടെ ഒരു മനോഭാവം ഇതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണം ആണ് ഉണ്ടായത്. അതോടൊപ്പം എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും നിറത്തിലാണ് ഇവർ കലയെയും അതോടൊപ്പം തന്നെ കലാകാരന്മാരെയും മത്സരാർത്ഥികളെയും ഒക്കെ വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ ഈ 10-40 വർഷമായിട്ട് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു, വിധികർത്താവായി പോകുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ ഇത്തരത്തിൽ മത്സരാർത്ഥികൾ വന്ന് മത്സരം കാഴ്ചവെക്കുമ്പോൾ ഈ നിറമൊക്കെ നോക്കിയായിരിക്കാം ഒരു പക്ഷേ അവർക്കൊക്കെ മാർക്ക് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ എത്ര കലാകാരന്മാർ ജയിക്കേണ്ടിയിരുന്നവർ തോറ്റുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കാലം അത്രയും നിറം നോക്കിയാണ് വിധി നിർണയിച്ചിരുന്നത് എങ്കിൽ എത്ര കഴിവുറ്റ കലാകാരന്മാരും കലാകാരികളും ഒരു അവസരം കിട്ടാതെ, ഒരു സമ്മാനം കിട്ടാതെ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ടാവും. വളരെ നീചമായ അഹങ്കാരത്തിൻ്റെ സ്വരമാണ് നമ്മൾ അവരുടെ സംഭാഷണത്തിൽ കേട്ടതൊക്കെയും. അതിനൊക്കെ അപ്പുറം അങ്ങനെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാനുള്ള അവരുടെ ഒരു മുൻധാരണ, നിറമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് നൃത്തത്തിന് കലയ്ക്ക് വേണ്ടത് എന്ന ഒരു മുൻധാരണയോടുകൂടിയുള്ള പെരുമാറ്റം എത്ര ആളുകളെ ഈ കാലഘട്ടത്തിലൊക്കെയും വേദനിപ്പിച്ചിട്ടുണ്ടാവണം.